ഹായ് ഗേസ്, നമ്മൾ ഒരു 4 പേരുണ്ട്. ഫോർ ദ പീപ്പിൾ. നമ്മളൊരു കങ്കുവയുടെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ 4 പേരും പടം കണ്ട്, സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും കണ്ട്, നെഗറ്റീവ് റിവ്യൂ കുറെ കണ്ട്. ഇപ്പൊ എന്റെ കൂടെ രാഹുലുണ്ട്. ഹായ്. നിതിൻ സാം, രാഹുൽ. ഇപ്പൊ 2 രാഹുൽ എന്ന് പറയുമ്പോൾ അല്ലല്ല, 2 രാഹുൽ വിചാരിക്കും. നിങ്ങൾ പറയും 2 ഒരേ രാഹുലാണോ? അല്ല, ഇത് നമ്മുടെ രാഹുല്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് രാഹുൽ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാല് അല്ല, അവന് വിഷമമായാലും കുഴപ്പമില്ല, അവര് ഹാപ്പിയാണ്, കുഴപ്പമില്ല. ഇനിയിപ്പം ഒരു രാഹുലിൽ തന്നെ തുടങ്ങാം. ഒറിജിനൽ രാഹുൽ തുടങ്ങാം. നമ്മള് 4 മണിക്ക് തന്നെ പടം കാണാൻ ഇറങ്ങി. ഫാൻ ഷോ ടിക്കറ്റ് ഒക്കെ നമ്മൾ 2 ദിവസം മുമ്പേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം 4 മണി എന്ന് പറഞ്ഞത് ഒരുപാട് ലേറ്റായി, 1 മണിക്കൂറോളം ലേറ്റായി. 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പടം റിലീസ് ആയത്. നമ്മള് സെക്കൻഡ് ഷോ ആണ്. ഞാനും നമ്മുടെ രാഹുലും ഡൈഹാർഡ് ഫാനാണ് നിൽക്കുന്നത്. നമ്മളങ്ങനെ ഫാനൊന്നും അല്ല. ഭയങ്കര നെഗറ്റീവ് അവന് തന്നെ വിഷമായി പോയി. അവനെന്നല്ല, സൂര്യ ഫാൻസുകാർക്ക് എല്ലാവർക്കും വിഷമമാവും. സൂര്യ ഫാൻസുകാർ തന്നെ പറയുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടുണ്ടെന്ന്. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും ഒന്നുമില്ല, പക്ഷെ പോസിറ്റീവായിട്ട് പറയാനും ഒന്നുമില്ല. പടം കണ്ടിരിക്കാം, ഒരു ആവറേജ്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. നമ്മൾ മാത്രം ഒരു സൂര്യ ഫാൻസ് ആയിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പം സൂര്യയെ പൊക്കി അടിക്കുമല്ല, അങ്ങനെയുള്ള പരിപാടിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾ ഒരു പ്രതീക്ഷയും വെക്കാതെ പോയിരുന്ന് കാണുവാണെങ്കിൽ ജസ്റ്റ് കണ്ടുപോവാം. അത്ര പ്രതീക്ഷ വെക്കാതിരിക്കാൻ പറ്റത്തുമില്ല, കാരണം അത്രത്തോളം എന്തായാലും അത്രയും പെർഫെക്റ്റ് സാധനമാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അത്ര ഹൈപ്പ് നമ്മൾ കൊടുത്ത് നമ്മൾ ആ പടത്തിന് വേണ്ടി നമ്മളും അത്രമാത്രം ഒരു കാത്തിരുന്നൊരു ശേഷമാണ് സൂര്യയുടെ ഒരു പടം നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. അതായത് നമ്മൾ എന്തുമാത്രം പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മള്. അതായത് ഞാൻ പറയാം, ഒരു 4:30 നമ്മള് പടം ഉണ്ടെങ്കിൽ എല്ലാവരും, നമ്മളിപ്പം രാവിലായാലും ശരി, 2 രാവിലായാലും ശരി, ഒരു 4:30 പടം ഒരു 3:30 തന്നെ എഴുന്നേറ്റ് അലാറം വെച്ച് പോയി കാണുമെന്ന് പറഞ്ഞാൽ ഒരു 2 പേര് സൂര്യ ഡൈ ഹാർഡ് ഫാൻസാണ്. പക്ഷെ നമ്മള് ഇതിനകത്ത് ഒരു പോസിറ്റീവ് മാത്രം പറയുന്നില്ല, എന്നാൽ നെഗറ്റീവ് പറയാനും പടത്തിലില്ല. പടം ഓക്കെയാണ്, ബട്ട് എന്നാലും അത്ര നല്ലതല്ല. ഒരു സൂര്യ ഫാനും പടം കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാത്ത എന്താന്ന് അവന്റെ മുഖത്ത് വെച്ച് ചോദിക്കാൻ പാടില്ല. അവന് അത് ഏത് പടമായാലും ശരി, അവൻ അത്ര ഒരു ആക്ടറെ അവൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ആരാധിക്കുന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമായിരിക്കും. അവൻ കാണുന്നത് ആ പോസിറ്റീവ് കാര്യങ്ങൾ, സൂര്യയിൽ കാണുന്നത് പോസിറ്റീവ് ആയിരിക്കും. സൂര്യയുടെ ആക്ടിംഗ് ബേസും ബോബി ഡിയോൾ ആക്ടിംഗ് ബേസ് സൂപ്പറാണ്. കങ്കുവയുടെ ഇൻട്രോ സീൻ എന്നൊക്കെ പറഞ്ഞാല് അതിഗംഭീരമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്ര ട്രോളേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര ഗംഭീരമായിട്ടൊരു സാധനമാണ്. സ്റ്റോറി ലൈനായി ശരി കുറച്ച് മോശമായിരുന്നു. അത് സ്റ്റോറി ലൈൻ ഓക്കെ, മോശമായിരുന്നു. നമ്മള് ഈ പറയുമ്പോ എല്ലാം പറയണം. മെയിനായിട്ട് അത് മോശമാണെന്നുള്ള കാരണം നമുക്ക് ആ ഫീലിംഗ്സ് ഇതിപ്പോ ഞങ്ങളുടെ 150 പോലെ ഈ കാണുന്ന നിങ്ങളുടെ 150 വാൻഷോ ആകുമ്പോ 200 പോകും. അത്രയും അതേപോലെ വിലപ്പെട്ട പൈസയാണ്. 100,000 നമ്മള് 50 രൂപ നമ്മള് ലാഭിച്ചു കേട്ടാ. ഞങ്ങളുടെ 1 രൂപയായാലും നഷ്ടം തന്നെയാണ്. അപ്പം നമ്മള് പറഞ്ഞോണ്ടിരുന്ന ഫ്രാൻസിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങള് കോമഡിയാണ് ഭയങ്കര ബോറായിട്ട് തോന്നിയത്. കോമഡി വളരെ മോശമായിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷെ അത് കഴിയുമ്പോ കഥയിലോട്ട് വരുന്നുണ്ട്. ഫ്രാൻസിസ് പയ്യനും കയറി വരുന്നുണ്ട്, പയ്യന്റെ കണ്ണൊക്കെ തിളങ്ങുന്നുണ്ട്, ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊന്ന് ഈ പാസം എന്ന് പറയുന്നത് നമ്മൾ അമ്മ പാസം കണ്ടിട്ടുണ്ട്, അപ്പ പാസം കണ്ടിട്ടുണ്ട്, പിന്നെ ഇത് പയ്യൻ പാസം, അനിയത്തി പാസം കണ്ട് ഇപ്പൊ പയ്യൻ പാസം. ഇത് നമ്മുടെ മോന്റെ പാസമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചു പാസം കണ്ടിട്ടുള്ള നല്ലതായിരുന്നു. ഒരു കൊച്ചു പാസം എന്ന് പറയാം. കണ്ണൊക്കെ കത്തുന്ന ഒരു കൊച്ചു പാസം. പെങ്ങളല്ല, അമ്മയല്ല, അച്ഛനല്ല, ഒരു കൊച്ചു പാസം. ചെറിയൊരു പയ്യൻ പാസം, ചെറിയൊരു പയ്യൻ പാസം കണ്ടു. അത് പക്ഷെ നല്ലതായിരുന്നു, കുഴപ്പമില്ല. കഥയിലോട്ട് കിടക്കുമ്പം കങ്കുവ വരുന്നു, അടിപൊളി, സൂപ്പർ. പിന്നെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ 8 നില ഫൈറ്റ്. അവിടുന്ന് ഫൈറ്റ്, ഇവിടുന്ന് ഫൈറ്റ്, മറ്റൊരു ഫൈറ്റോട് ഫൈറ്റ്. ഏറ്റവും അടി മാത്രമേ ഉള്ളൂ, അടി മുടിഞ്ഞടി. ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പോയി കാണാം. ഫൈറ്റ് ഒക്കെ കിടിലോട്ട്, ഗ്രാഫിക്സ് നമുക്കിവിടെ ഫാൻ ഷോ എന്ന് പറഞ്ഞ 2Dയിലായിരുന്നു. പക്ഷെ നമ്മള് കണ്ടത് 3D ആണ്. നമ്മള് 2D രണ്ടുപേര് 2D കണ്ടവരും 3D കണ്ടവരും ഇവിടെ ഉണ്ട്. 3Dയില് നല്ല രസമുണ്ട്, നല്ല നമുക്കൊരു കാണാം. പക്ഷെ 2D കാണുന്നതിനേക്കാളും ഇച്ചിരി കൂടെ നമുക്ക് ഇഷ്ടപ്പെടും 3D കാണുമ്പോൾ. കാരണം അതിപ്പം യൂട്യൂബിലായാലും ട്വിറ്ററിലായാലും കുറെ
ക്ലിപ്പുകൾ ഇറങ്ങി, ഈ സിനിമയുടെ കുറെ ക്ലിപ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ മലയാളം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട്. ഈ മലയാളം നമ്മളിപ്പോ തമിഴ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മലയാളം കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. മനസ്സിലായോ? അപ്പൊ അത്രത്തോളം മലയാളം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മലയാളം ഒന്നുകൂടെ പോയി കണ്ടാലോ, മലയാളം മാത്രം ഒന്നുകൂടെ പോയി കണ്ടാലോ എന്ന് വിചാരിച്ചു, കുറച്ചുകൂടെ മനസ്സിലായാലോ എന്നുള്ള രീതിയിൽ. പക്ഷെ വേറെ കാര്യമുണ്ട്, രണ്ടാമത് കാണാൻ വേണ്ടി അതിനകത്ത് പടത്തിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ കാണുവാണെങ്കിൽ മലയാളം ആയാലും ശരി തമിഴായാലും ഒരു വട്ടം കണ്ട്. അല്ല, ഈ തമിഴ് കണ്ടിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ ആ മലയാളം അത് നല്ലൊരു സൂര്യ ഫാൻസ് ആണെങ്കിൽ മലയാളം തമിഴ് കണ്ടിട്ട് മനസ്സിലാവത്തില്ലെങ്കിൽ മലയാളം കണ്ടിരുന്നാലും ഓക്കെ. അവര് സംസാരിക്കുന്ന പറഞ്ഞാൽ പിന്നെ ഒരു നോർമൽ പഴയ കാലത്തെ തമിഴ്, ആ പ്രാചീന കാലത്തെ ആ ഒരു തമിഴ്. പൊന്നിൻ സെൽവം കണ്ടിട്ട് തന്നെ മനസ്സിലാവാത്ത എനിക്ക് മനസ്സിലായിട്ടില്ല. തമിഴ് തന്നെ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ ഫുള്ള് മനസ്സിലാവത്തില്ലെന്നല്ല, ചില വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അതുള്ള സ്ലാങ് ആണ് അത്. ഇതിനകത്ത് ഒത്തിരി നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല ഇതിനകത്ത് പടം. പക്ഷെ അല്ല, നെഗറ്റീവ് പറയാനുണ്ടെങ്കിലും ഇപ്പൊ ഒരുപാട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മോശമായ ഒരു പടമാണെന്നുള്ള രീതിയിലാണ്. ശിവയുടെ പടം പൊതുവേ അല്ലല്ല ശിവയുടെ പടം പൊതുവേ ഒരു ശിവയുടെ പടം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ കാണുന്ന ശിവയുടെ ഏറ്റവും കൂടുതൽ പടം നമ്മുടെ അജിത്തിനെ വെച്ചാണ്. അപ്പം അതിനകത്ത് പൊതുവേ ശിവയുടെ പടം എങ്ങനെ പോകുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സൂര്യ അതിനകത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ശിവയെ വേറെ രീതിയിൽ നമ്മൾ ആ ഒരു ഡയറക്ഷൻ വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു അല്ലേ? അല്ല, ചിന്തിക്കാൻ കാരണം പറഞ്ഞാല് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഓരോ ഗ്ലിംസ് ഇറങ്ങുമ്പോഴും ഓരോ ടേസർ ഇറങ്ങുമ്പോഴും ഓരോ പോസ്റ്ററുകൾ നമുക്ക് അത്രയ്ക്ക് ഒരു അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു സംഭവം. വേറെ രീതി മാറി പുതിയ ശിവയായോ? പക്ഷെ ഈ പ്രതീക്ഷിക്കത്ത ഒത്തക്ക ശിവയായില്ല. പക്ഷെ പ്രതീക്ഷിക്കത്തൊക്കെ വണ്ണം ആയിട്ടില്ല. പക്ഷെ പടം കണ്ടപ്പോ മനസ്സിലായി ശിവ മാറിയിട്ടില്ല. പഴയ ശിവ ഞങ്ങള് ഇത് പറഞ്ഞുകൊണ്ട് ശിവയുടെ ഫാൻസുകാർക്ക് ഞങ്ങൾക്കൊന്നും തോന്നില്ലേ. നമ്മള് ജെന്യൂനായിട്ടുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇതിനകത്ത് സൂര്യയുടെ ആക്ടിങ് ബേസിംഗ് എല്ലാം നല്ലതായിരുന്നു. പഴയ കാലത്തുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാ ആയുധങ്ങളും എല്ലാ സാധനങ്ങളും അവരുണ്ടാക്കി അവര് പുതിയതായിട്ട് ആ ലൊക്കേഷൻ ആയാലും ഭയങ്കര മേക്കിംഗ്, എഡിറ്റിംഗ്, ഗ്രാഫിക്സ് എല്ലാം കൊണ്ടും കിടിലം സാധനമാണ്. സ്റ്റോറി കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആരുടെ മുന്നിലേക്ക് ആ ഫീലിങ്സ് ചെല്ലുന്നില്ല. കണ്ടോണ്ടിരിക്കുമ്പോ ഇത് നമ്മള് ഒരു സിനിമ കാണുവാണ് എന്നുള്ളൊരു ഫീലാണ്, അല്ലാതെ ആ സിനിമയ്ക്ക് ഉള്ളിലേക്ക് ആരും കയറി ചെല്ലാൻ പറ്റുന്നില്ല. ഒരു സിനിമ കാണുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു സിനിമ നമ്മള് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ കഥകളും കാര്യങ്ങളുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഫീൽ ആക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ആ ഒരു സിനിമയിലോട്ട് ഉള്ളിലോട്ട് പോകുന്നത്. ആ സിനിമ നമ്മൾ കാണുവാണെങ്കിൽ ആ സിനിമയിലെ കഥാപാത്രം നമ്മളാവണം. നമ്മളൊരു പടം എന്താ കാണുന്നത് വെച്ചാല് ആ പടത്തിനകത്ത് അടുത്ത എന്താണെന്ന് നമുക്ക് ഒരു ആകാംക്ഷയോടെ നോക്കിയിരിക്കാൻ പറ്റണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ അടുത്ത എന്താണ് നമുക്ക് ഒരു സിനിമ നമ്മൾ കാണുമ്പോ ഒരു പടം എപ്പോഴാണ് നന്നാവുന്നേ? നമ്മളൊരു പടം കണ്ടോണ്ടിരിക്കുമ്പോ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തോന്നല് വരുന്നത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും ആ പടം ഇനി എങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വിപരീതമായിട്ട് പോകുമ്പോഴാണ് ആ പടത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതാണ് ഒരു ഡയറക്ടറുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ ഇതിൽ ആരെ പ്രഡിക്റ്റ് ചെയ്യാൻ നിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, പ്രഡിക്റ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോഴത്തേനും അതിനകത്ത് മെയിൻ ഒരു കാര്യമുണ്ട്. ആ ഒരു സമയം തരുന്നില്ല, അടിച്ചടിച്ച് പടപെടാന്ന് പോവാ. വൺ ടൈം കാണുമ്പോഴും ഈ പടം ഓൾറെഡി നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായാലല്ലേ പടം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പടവും മനസ്സിലാവുന്നില്ല. അങ്ങനെ വരുമ്പോ നമ്മൾ ഒന്നുമില്ലാത്തൊരു പുകമാതിരി ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആക്ടിംഗ് ബേസ് ബോബിഡികള് നല്ലതായിരുന്നു. അത് എടുത്ത് പറയട്ടെ. മറ്റേ എൻട്രി നമ്മ ഒരു ബോബിഡിയോളം നല്ല വന്നിരിക്കുന്ന എല്ലാവരും നല്ലതായിരുന്നു. പക്ഷെ സെക്കൻഡ് പാർട്ട് കാണണമെങ്കിൽ ഫസ്റ്റ് പാർട്ടിന് അത്രത്തോളം ആൾക്കാരെ പിടിച്ചിരുത്താൻ കഴിയണം. സെക്കൻഡ് പാർട്ട് കാണണം എന്ന് തോന്നിപ്പിക്കണം. ആ രീതിയിൽ കൊണ്ട് നിർത്തിയാലല്ലേ സെക്കൻഡ് പാർട്ട് കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാകത്തുള്ളൂ. വേറെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഇപ്പം കാർത്തിയെ കൊണ്ട് വന്നു. എന്തിന്
സെക്കൻഡ് പാർട്ടിന് വേണ്ടിയെന്ന് പറയാം. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടോന്ന് പോലും അറിയത്തില്ല. അല്ല ഈ ഒരു നമ്മള് relative ഒരു കാര്യങ്ങളെ പടം കാണാത്ത അല്ല ഇപ്പം അവൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രൊഡ്യൂസർ ജ്ഞാനവേലും കഥ റെഡി ആയിട്ടുണ്ട്, സെക്കൻഡ് പാർട്ട് ഉണ്ട്, 2026 ഷൂട്ട് തുടങ്ങുന്നുണ്ട്, എല്ലാം പറഞ്ഞു വെച്ചേക്കുവാണ്. പടം പറയത്തക്ക വിധത്തിൽ അത്രയ്ക്ക് മോശമല്ല, കൊള്ളാം, എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയും വെക്കാതെ പോയിരുന്ന് കണ്ടാല് പടം 3D കണ്ടാലോ 3D കണ്ടാല് നമ്മൾ 3D കണ്ടിട്ടില്ല. കണ്ടിരിക്കാം. അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും പറ്റുന്നവര് കമന്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എല്ലാം പറയാം, നിങ്ങൾക്ക് തോന്നുന്ന എല്ലാം പറയുക, എല്ലാം വായിക്കാൻ ഞങ്ങളുണ്ട്. നമ്മളെ കുറിച്ച് തോന്നിയത് അതെല്ലാം നിങ്ങൾക്ക് പറയാം. നിങ്ങളിൽ ഒരാളാണ് ഞങ്ങൾ 4 പേര്. അതെ അതെ, എന്തും പറയാം. ഒന്നും എല്ലായിടത്തുനിന്ന് വന്ന 4 പേര്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. അടുത്ത വീഡിയോ പിന്നെ ഒരു കാര്യം, ബെല്ലൈക്കൺ അന്ന് ഞെക്കി പൊട്ടിക്കല്ലേ, ഇത്രയൊക്കെ ചെയ്താൽ മതി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരെ ഗുഡ് ബൈ.